യൂട്യൂബർമാരെ പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. യൂട്യൂബർമാരോട് പറയാനുള്ള എന്താ, ഇങ്ങോട്ട് അങ്ങോട്ട് വാ, ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്ക്. ആ അസുരാജിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഓം കുരിശു മറയിലേക്കാണ്. നമ്മൾ ഏകദേശം നിൽക്കുന്നത് ചന്തക്കുന്ന് ഏകദേശം 100 മീറ്റർ പോകുന്നത് പാടം റോഡാണ്. റോഡ് ടീംസ് നമ്മൾ വണ്ടി ആയിരുന്നു. ടീംസിനെ പരിചയപ്പെടുത്താം. അജ്മല്, MD അജ്മൽ, പിന്നെ നമ്മളെ സ്ഥിരം എല്ലാവരുടെയും ഹീറോ ഷിബു, അജ്മൽ, ജനീഷ്. നമ്മൾ പോണത് നമ്മളെ വണ്ടി കാണിച്ചുതരാം. അജ്മലിൻ്റെ വണ്ടിയാണിത്. പിന്നെ നമ്മുടെ ഷിബിൻ്റെ സ്റ്റാൻഡേർഡ് വണ്ടി പൊളിയാട്ടോ, കാണുന്നവരൊന്നല്ല. ആ ഇതിൻ്റെ സൗണ്ട് രക്ഷയില്ല കേട്ടോ. കൊല്ലം വ്യൂ ഫസ്റ്റ് വീഡിയോ തുടങ്ങി നിന്ന പാലാണ് മയിലാടി പാലം. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ പോയിട്ട് ഷിബിന്റെ സ്ഥിരമായിരിക്കുന്നത്. അടിക്കട് പോയി. നമ്മളങ്ങനെ ഇടിവാണ്ടെത്തി. ഇവിടുന്ന് കാണുന്ന റോഡാണ് നമുക്ക് കുരിശുപാറക്ക് പോകാനുള്ളത്. എത്ര കിലോമീറ്റർ പോകുന്നു? 3-4 കിലോമീറ്റർ അല്ലേ? 4 കിലോമീറ്റർ നമ്മള് ചന്തക്കുന്ന് 4 കിലോമീറ്റർ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടുന്ന് കേട്ടാ ഏകദേശം ചന്തക്കുന്ന് 4 കിലോമീറ്റർ പോകുന്നു. ഇടിവണ്ടാണ് സ്ഥലത്ത്. ഈ റോഡിനാണ് കുരിശുപാറ. നമ്മളിപ്പോ കറക്റ്റ് എത്ര കിലോമീറ്റർ പോകുന്നു? നമ്മള് ചന്തക്കുന്ന് പോകുന്നു 5 കിലോമീറ്റർ 5-5.5 കിലോമീറ്റർ. ഇത് സ്ഥലത്തിന്റെ പേര് ഇടിവണ്ണ കേട്ടോ. ഇടിവണ്ണല്ലേ സ്ഥലത്തിന്റെ പേര്? ട്രക്കിംഗ് ആണ്, നടന്ന് കയറണം. കുത്തനെയുള്ള കാറ്റാണ്. പാറിന്റെ മുകളിൽ കൂടെ പിടിച്ചു വലിച്ചാണ്. നമുക്ക് അതിൽ പോയേക്കാം. നല്ല തിരക്കാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ആൾക്കാരുണ്ട്. സാധാരണ ഇത്രയും വണ്ടിയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒരുപാട് വണ്ടിയുണ്ട്.
എന്താ വെച്ചാൽ ടിക്കറ്റ് ഇല്ല, അതാണ് ഇവിടെ മെച്ചം. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ വണ്ടി പാർക്കിങ് നടന്ന് കയറണോ? ഇനി നടന്നു കയറാട്ടോ. അജ്മൽ ഫസ്റ്റ് ടൈമാണ് ഉണ്ട് അല്ലേ? പറഞ്ഞ ആൾക്കാരായി. നമ്മളപ്പോ സ്ഥലത്തെത്തി. അജ്മലെ എന്നെ കൂടെ കൊണ്ടുപോടാ. എന്തൊക്കെ ഓർഡർ ഇത് പിടിച്ച് കേറി അത് പിടിച്ചാലേ കയറാൻ വയ്ക്കുള്ളൂ. ഇതിന്റെ വെയിറ്റ് കൂടി ഇപ്പൊ അത് കൂടി. ശരിക്കും ക്യാമറമാന്റെ അധ്വാനമാണ് നിങ്ങളിവിടെ കാണുന്നത്. അയ്യോ അയ്യോ നമ്മള് കുറച്ച് കയറിയപ്പോ തന്നെ ഏകദേശം ഇഞ്ഞുണ്ട്. അവിടെ ചന്ദ്രൻ 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 മുകളില് അപ്പുറത്ത് സൂര്യനോ പൊളിപ്പൊളേ. ക്യാമറ അവിടെ പട്ടി കേൾക്കണവരൊക്കെ അതൊക്കെ ഉണ്ട്. തരല്ലേ കയറ്റാണ്. പകുതി കയറിയിട്ടുള്ളൂ, പകുതി ഇനി കയറണം. അജ്മല പോവാണ്. 10% കയറിയിട്ടുള്ളൂ. ഓ മേലെത്തി. ഈ മല കയറി അപ്പുറത്ത് വേറെ മല പോ. ക്യാമറ അങ്ങനെ ഉണ്ടോ പിടിച്ചോണ്ടി? ആരെ നേരത്തെ ശീതരായോ? ഞാനോ സൂര്യൻ വന്നിട്ടോ? സൺറൈസ് എല്ലാരും കണ്ടല്ലോ. സൺറൈസ് ഇത് എന്താ അറിയില്ല, എന്തൊക്കെയാ കാണുന്നുണ്ട്. വ്യൂ ഓട്ടത്തിന് മേലെ എന്താടാ അങ്ങനെ നമ്മള് പകുതി കംപ്ലീറ്റ് ആയി. അവിടെ ഇതുവരെ എത്തി. ഇനി അങ്ങോട്ട് പോകണം. ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ടോപ്പത്തിലാ. ഏത് എനിക്ക് തോന്നുന്നു അടിപൊളി വ്യൂ കേട്ടോ. അവിടെ കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ മേലെയാണ് കുരിശുകാർ കിടക്കുന്നത്. അവിടെ അടിപൊളി സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ചാടി കളിച്ചാൽ നിക്കണ്ട. ടോപ്പൊക്കെ എത്തണ്ട നമ്മള്. ടോപ്പ് ഇതിവിടെ എന്താ കാട്ടുന്നുണ്ട്? എന്താ ഉദ്ദേശിക്കണേ? എറിഞ്ഞിട്ടാണ്ട് പെട്ട് കായ്സ് അല്ല അഞ്ച് ബാഗ് കയറിക്കോ. ഞാൻ വീട് എടുത്ത
ജില്ല അവിടെ മരം മുറിക്കണം എന്തെടുക്കണ്ട് അവിടെ നോക്കിയ കൂടെ ഒരാളുണ്ട് ഇവിടെ ഒരു കല്യാണത്തിന് ആൾക്കാരുണ്ട് വന്നില്ലല്ലോ ആ റോഡിൽ നിന്ന് പോരുമ്പോ ടോപ്പിലെത്തി ടോപ്പത്തെ വ്യൂ കേട്ടോ തിന്നിട്ട് പറയും കിതപ്പ് തീർക്ക അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി കട്ടന്റെ പേര് ഞങ്ങളിപ്പോ കുറച്ച് കട്ട ചോക്കാടത്തെ ഏറ്റവും കൂടുതൽ ഫാനുള്ള കേട്ടോ അങ്ങനെ നമുക്ക് ടോപ്പിലെത്തി കുറേ ആൾക്കാരുണ്ട് കേട്ടോ കട്ടനെ വൈറലാക്കി തരുമല്ലോ നാട്ടിൽ ഒരുപാട് ഫാൻസിലെ വ്യക്തിയാട്ടോ പറഞ്ഞോ ഭയങ്കര വെയിലടാ സമയം എത്രയായി 7:45 അപ്പത്തിന് ഭയങ്കര വെയില് ദൂരം വെയിലായി തുടങ്ങി ഇതാണ് ഓംകുരിശ് അവസ്ഥയുണ്ട് ഈ കാണുന്നത് ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികളും കവറൊക്കെയാണ് ഫുള്ള് എന്നാലും ചങ്ങായ വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ നമ്മളെ റെജിമല് രണ്ടും കൽപ്പിച്ചിരിക്കാറ് തേച്ചിട്ട് പോയാൽ മരിക്കണം കയ്യിന്ന് പോയി ഇന്നോ നിനക്ക് ഭ്രാന്തടാ നീ കുരിശുപാറിന്റെ മേലൊന്ന് തകടെ കിളി മാറിയിരിക്കുന്നു അജ്മല ഇതിക്ക് നോക്കാം നല്ല ചൂടും നല്ല വെയിലും നല്ല കാറ്റുന്നില്ലേ അല്ല നമ്മള് കുരിശുപാറ കളിക്കാടെ ഭയങ്കര തിരക്കാണ് ആൾക്കാർ ഒരുപാട് അത് കഴിഞ്ഞോട്ട് ഇത് വെയിറ്റ് ചെയ്യാം പിന്നെ ഇങ്ങോട്ട് ഫാമിലിയും കൊണ്ട് വരുന്ന ശ്രദ്ധയില്ല അത് പറഞ്ഞാൽ ഫാമിലിയും കൊണ്ട് വരുമ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം കുട്ടികൾ ഭയങ്കര ഡേഞ്ചർ ഏരിയയാണ് ലൈറ്റാണ് കാണിച്ചു കൊടുത്താൽ കുട്ടികളെ കൊണ്ട് വരാതെ നോക്കുക ഫാമിലി ഒക്കെ വരുമ്പോഴേ കൈവിടാതെ നോക്കുക വൈക്ക് വീണാ പിന്നെ കിട്ടൂല കുട്ടികളെ ഇവിടെ കിട്ടൂല അടിച്ച് ചിരിച്ചലവോ ഏതലവോ വാ മറ്റേ കൊണ്ടുവരാനുണ്ടോ മുരുക മുരുക അതുകൊണ്ടാണ് ചോദിച്ചത് കപ്പലിക്ക് മുരുകന്റെ ടൂണിൽ കൂടെ നടക്കണ വീഡിയോ എടുത്ത് തരുമോ കഴിഞ്ഞ പ്രാവശ്യം പുല്ല് കൂടെ പോയത് ഓർമ്മല്ലേ പുല്ലൊരു സോളമനല്ല സോളമനാണ് ഇവിടെ ഭയങ്കര കുന്നാട്ടോ ഭയങ്കര കുണ്ടാണ് ഭയങ്കര കുണ്ടാണ് ചുറ്റും ഇവിടുന്നോ ഒന്നുമില്ല പറയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ട് കുഴിയിലെ
ഇവിടെ ഭയങ്കര കുഴിയാണ്, രണ്ട് ഭാഗത്തും ഭയങ്കര കുഴി കേട്ടോ. ആ ഭാഗം നടന്നു കയറാൻ ആ ഭാഗം കുട്ടികളായിട്ട് വരരുത് പരമാവധി. അവിടെ ഒരു കുരിശ്, അവിടെ ഒരു പള്ളിന്റെ ഇത് കണ്ടോക്ക അവിടെ. അതൊന്നല്ലേ ഇവിടെ പള്ളിക്ക് പഞ്ചല്ല. പോവാ ഒന്നും കഴിച്ചിട്ടില്ല, ചാടിക്കണം, വിശക്കുണ്ട്. ഇവിടെ മെഴുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട് തോന്നുന്നു. ഇവിടെ മെഴുതിരി കത്തിക്കലുണ്ടോ? അല്ലാതെ ഇപ്പൊ താനോ ഒന്നല്ല ചോറിയാലോ. ഇവിടെ കാര്യം അപ്പൊ ഓമിനോടെ അപ്പൊ ഞങ്ങൾ ഇറങ്ങണത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇവലും പയിച്ചിട്ടുണ്ട്, അജ്മലിനും പയിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങൽ ഇച്ചിരി ടാസ്ക്കാണ്, ഇച്ചിരി ടാസ്ക്. എന്ത് വീണാല് വീഡിയോ ഓണാക്കി വീണ വൈറലാവും. ഇജ്ജങ്ങട്ടാ ചേട്ടാ അവിടെ നിന്നിട്ട് എന്താ പലതും കാണണേ? അതിപ്പോ ഞങ്ങക്ക് ഇവിടെ നിന്നിട്ടും കാണുന്നുണ്ട്. ആ പ്രശ്നമുണ്ട്, എനിക്ക് എന്റെ കണ്ണിന് പ്രശ്നമുണ്ട്. അത് ഇന്നോവ അല്ല, അത് ബൊലേറോ അല്ല, അത് ഇവിടെ പ്ലേ ആണ്. അതെ, എന്നെ ചികിത്സിക്കാനായിട്ടുണ്ട്. വിശന്നിട്ട് കണ്ണ് കാണാൻ മേലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അല്ല അഞ്ചിപ്പോ എന്തിനാണ്ട് കേറിയണേ? ഫോട്ടോ എടുക്കണ്ടേ? ശിവര നിക്ക്, ഫോട്ടോ തരാം. കൈ ഇങ്ങനെ ഇതാക്ക്, ആകാശത്തേക്ക് പറക്കണ പോലെ നിക്ക. അത് വീഡിയോ ആണ്, നിക്ക്, ഞാൻ ഫോട്ടോ എടുത്ത് തരും. കൈ ഇങ്ങനെ പറത്തിട്ട് ഇല്ലേ, എനിക്ക് സ്ക്രീൻഷോട്ടേലും അടിച്ചാ കേട്ടോ. വന്നാ മതി, ഇല്ലേ ഞങ്ങൾ പോവാണ്. ഒന്നുമില്ല. എടാ എന്നെയും കൂടെ കൊണ്ടുപോടാ. ഒച്ച കേട്ടില്ല, ഒരു ചാടന ഒച്ച കേട്ടു. ഇപ്പൊ ജിമ്മിന് നോക്കുന്നുണ്ടോ? ഇപ്പൊ ജിമ്മിന് നോക്കുന്നുണ്ടോ? എന്ത് അപ്പോൾ ഗൈസ്, ഇനിയാണ് ശരിക്കും ടാസ്ക്. ക്യാമറയും പിടിച്ച് ഞാൻ എങ്ങനെ ഇറങ്ങുമെന്ന് വെച്ചറിയില്ല. ഭയങ്കര ചെങ്കുത്ത ഇറക്കാട്ടോ. മിക്കവാറും ഞാൻ ഇരുന്നിറങ്ങേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ, ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. അതായത് ഈ ക്യാമറ വൈഡിൽ ഇട്ടുകൊണ്ട് എത്രയെന്ന് അറിയില്ല, പക്ഷെ പക്ക കുത്തനെ കേട്ടോ.
എടാ ഇവരെന്തൊക്കെ പറയുന്നടാ, ഇവ വിശന്നിട്ട് എന്തൊക്കെയാ പറയുന്നു. വിശന്നാൽ ഞാനല്ലാതോ. ഓക്കെ ഒരുത്തിനിരുന്നു. എടാ ഞാനും ഇരിക്കേണ്ടി വരുമല്ലോ. ഇറങ്ങി MD അജ്മലും റജ്മൽ സാമൊക്കെ അവിടെ എത്തി. നമ്മള് ഭയങ്കര ടാസ്ക് കേട്ടോ അത്. നമ്മള് റൺ ചെയ്യാനും പറ്റില്ല. നോ നമ്മളെടുക്കുന്ന ഓരോ ടാസ്ക് നേരത്തെ അടിയിലെത്തിന്റെ അഹങ്കാരാണ് കാണുന്നത് guys. ഒരു ബാലൻസ് വെച്ച് അടിക്കും നീന്തി പോയതാണ്. പേടിക്കണ്ട, ഞാൻ ആദ്യം ഇറങ്ങാം, എന്നിട്ട് ജപ്പ എങ്ങനെ ഉതിർന്നു വന്നാലോ. ഓടാ ചിലപ്പോ ഞാൻ വരുന്ന ഒറ്റ ചവിട്ടിലേക്ക് ഇറങ്ങട്ടെ. ഇത് അവസരം കാത്തിക്കാണ്. ഓ ശരിക്കും പെട്ടു. ചെരുപ്പ് പൊട്ടിന്നല്ല, ശരിക്കും പെട്ടു. തരും അങ്ങനെ ഞാൻ ഇതായിട്ട് നിങ്ങളുടെ ക്യാമറയും പിടിച്ചതാണ്ട. ക്യാമറയും കൊണ്ടേ ഞാൻ പോവും. തരം ഇങ്ങോട്ടൊക്കെ സൈക്കിൾ എത്തിക്കണ്. ഇങ്ങോട്ട് സൈക്കിൾ എന്താ കാട്ടി? ഏത് നായി പോയിട്ടുണ്ടോ? എന്ത് ഇവിടെ ഉണ്ട് എന്തോ സംഭവം എന്തോ വായിച്ചാ വയ്യ. അത് ഈ ചെങ്ങല ഇത് ഉണ്ടാക്കിയതാണ്. ഈ പിടിച്ച് കയറാനുള്ള ചെങ്ങല ഉണ്ടാക്കിയ ഡേറ്റും ആൾക്കാർ ഇതൊക്കെയാണ്. ഇത് എന്താ മനസ്സിലാവണില്ല. ശരി ആരറിഞ്ഞ അജ്മലെ ഇതെന്റെ വണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇതിലെന്തൊക്കെ ചെയ്തിക്കണ് പറഞ്ഞ? ക്വിക്ക് ത്രോട്ടില് പിന്നെ അതേപോലെ ഡിസ്ക് വരുന്നില്ല, ഡിസ്ക് ചെയ്തിട്ടുണ്ടോ? പിന്നെ അതേപോലെ വണ്ടിക്ക് വെയിറ്റ് കമ്മിയായിട്ട് വെയിറ്റ് കിട്ടാൻ വേണ്ടി ചിങ്ങാമ് ഉണ്ടാക്കിച്ചതാ. പിന്നെ ഒരു ഫോഗ് ലൈറ്റ് ചെയ്തു. ഇതിന്റെ മെച്ചെന്താ? ഇതിന്റെ മെച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊടുക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് കയറും വണ്ടി. ഹാഫ് ത്രോട്ടില് നമ്മളെ സാധാ ത്രോട്ടിൽ ഉണ്ടാകണേറെ പകുതി ഉണ്ടാവുള്ളൂ. കൊടുക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് കയറും. ഓക്കെ. പിന്നെ എക്സോസ്റ്റ് ക്യാറ്റിലാണ്, ഓപ്പൺ ആണ്, ഫുൾ ഓപ്പൺ ആണ്. വണ്ടി മൊത്തം എനിക്ക് എത്ര റുപ്യ? ഇപ്പോൾ മൊത്തം ഞാൻ എടുത്തത് 75 റുപ്യക്കാണ്. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. ഈ ത്രോട്ടിൽ പിന്നെ ക്യാഷ് ഓപ്പൺ മെയിനായിട്ട് അതാ ചെയ്ത്. എനിക്ക് പെയിന്റ് ഒന്നും മാറ്റുള്ള പരിപാടിയാണല്ലേ. വണ്ടിക്ക് ഇടുവാട്ടെ വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാം ID കയറിയാൽ മതി. എന്താണ് ID? MD അജ്മൽ കേട്ടോ. MD അജ്മൽ ഓനെ ചടപ്പിച്ചില്ലേ. അപ്പൊ ഇതാണ് വണ്ടി കേട്ടോ. വണ്ടി കിട്ടുവാണ്, പൊളിയാണ്. അപ്പൊ ഞമ്മള് പോണ് ചായ കടണ്ടോ
ചോദിക്കുന്നുണ്ട്. യാത്ര നിങ്ങളതിൽ നിൽക്കല്. നമ്മള് ചായ കുടിക്കാൻ കയറാം കേട്ടോ. യൂട്യൂബർമാരെ പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. യൂട്യൂബർമാരോട് പറയാനുള്ളത് നിങ്ങൾ പോയിക്കോളും, പക്ഷെ ജനങ്ങൾ കാണാത്തതും കൗതുകമുള്ളതുമായ വീഡിയോകളാണ് യൂട്യൂബിലേക്ക് സമർപ്പിക്കുന്നത്. യൂട്യൂബർമാർക്ക് സമൂഹത്തിനോട് ഒരുപാട് യൂട്യൂബർമാർക്ക് സമൂഹത്തിനോടൊരു ബാധ്യത ഉണ്ട്, ഒരു പ്രതിബദ്ധത. വെറും യാത്രകൾ കൊണ്ടല്ല, ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഓരോ അനുഭവങ്ങളും ഓരോ ജീവിതത്തിന്റെ വഴിത്തിരിവുകളാകട്ടെ. അതുകൊണ്ട് എല്ലാ യൂട്യൂബർമാർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ ഏട്ടൻ പറഞ്ഞത് നമ്മള് പറ്റിക്കുണ്ടെന്ന ആൾക്കാരെ, നമ്മളങ്ങനെ ചെയ്യില്ല. ഓക്കെ, നമ്മള് ഏട്ടൻ്റെ ചായക്കാരൻ്റെ പേരെന്താ പറഞ്ഞത്? നാടൻ പാലില് വേറെന്താ കഴിക്കാൻ? എന്തൊക്കെയല്ലേ കഴിക്കാൻ? പൊറോട്ട, ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ആക്കല്ലേ? ഓക്കെ. ചായ എന്താ? പൊറോട്ട കഴിക്കണതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ആരൊക്കെ പറഞ്ഞല്ലേ? ഇങ്ങോട്ട് അങ്ങോട്ട് വാ, ഫ്രണ്ടിക്ക് ആ. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ബെല്ലൈക്കൺ കൂടെ. ഓക്കെ, ബൈ ബൈ.